ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 80s 90s കിഡ്സിന് പെട്ടിക്കടയിൽ മാത്രം കിട്ടുന്നുണ്ടായിരുന്ന ആ ഒരു പാൽഗോവ അല്ലെങ്കിൽ പാൽപേട എന്നൊക്കെ അറിയപ്പെടുന്ന, ഇന്നൊക്കെ കിട്ടാനുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു അടിപൊളി സ്വീറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ ആ പഴയ കാലത്തോട്ട് ഒന്നുകൂടി ഒന്ന് ട്രാവൽ ചെയ്യും. അപ്പോൾ ഒട്ടും തന്നെ ടൈം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് തവിടെണ്ണയാണ്. നിങ്ങൾ ഏത് റിഫൈൻഡ് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് അതേ 1/4 കപ്പ് അളവിൽ നെയ്യിന് പകരമായിട്ട് ബട്ടർ ചേർക്കാവുന്നതാണ്. അതുപോലെ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നെയ്യ് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നെയ്യ് തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബർഫി കുറച്ചുകൂടി കട്ടി ഉണ്ടാവും. ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ആയിരിക്കും, അതായത് വായിലിട്ട അലിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ബർഫി ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 കപ്പ് അളവില് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്. എന്നാൽ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൈദ തന്നെയാണ് കേട്ടോ ഏറ്റവും സൂപ്പറായിട്ട് ഉണ്ടാവുക. പക്ഷെ കുറച്ചുകൂടി ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ നിങ്ങൾ ഇതിന് യൂസ് ചെയ്യുന്ന പാത്രം, അതായത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം നോൺ സ്റ്റിക്കിന്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇത് സിം ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഈ ഒരു മൈദേന്റെയും നെയ്യിന്റെയും ഒക്കെ ഒരു നല്ലൊരു പ്രത്യേക തരം മണം നമുക്ക് കിട്ടും. അതുവരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 7 മിനിറ്റോളം നിങ്ങളിത് ഇളക്കി കൊടുക്കണം. ഒരു 7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും മൈദ നന്നായിട്ട് വെന്ത് ചുരുങ്ങി ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും നമ്മുടെ ബാറ്റർ. ഈ സ്പാച്ചിൽ വെച്ചതുപോലെ ഇളക്കുമ്പോൾ ലൂസായിട്ട് ഇങ്ങനെ വീഴണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര കൂടി പൊടിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക നല്ല ഫ്ലേവർ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പൊ ചെറിയ ഏലക്കായ ആയതുകൊണ്ടാണ് ഞാനിവിടെ 3 ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മൈദ മിക്സിലോട്ട് 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ഒരു പാൽപേടേന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിൽക്ക് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഈ ഒരു പൗഡറിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ കൂടി മൈദ ചേർത്ത് കൊടുക്കണം. ഇനി ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് കുറച്ച് ചുവട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ചൂട് അത്യാവശ്യം ഇതിൽ നിൽക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ചൂടാറി പോവാനായിട്ട് പാടില്ല, എന്നാൽ ഒരുപാട് ചൂടിന്റെ ആവശ്യമില്ല. ഒരു മീഡിയം ചൂടിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലോട്ട് എക്സ്ട്രാ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് തന്നെ ഇതിനെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. അത്രമാത്രം ചെയ്തിരുന്നാൽ മതി. ഒരുപാടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് ലൂസായി കിട്ടിക്കോളും. ഇനി ഇതിനെ നന്നായി തന്നെ കുഴച്ചെടുക്കണം. ഇതുപോലെ സ്പാച്ചിൽ വെച്ച് കുഴച്ചെടുത്താലും മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ച് തന്നെ ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോ ഞാനിവിടെ ഒരു സ്ക്വയർ കേക്ക് ടിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ വീഡിയോക്ക് വേണ്ടിയിട്ടൊരു ഭംഗി കറക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിലോട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക. മുഴുവനായിട്ടും തന്നെ വെച്ചു കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് എല്ലാതും കൂടി ഒന്ന് ലെവലായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ലെവലാക്കി എടുക്കാനായിട്ട് നല്ല ഈസിയാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ആൽമണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പണ്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ശരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. എന്നിരുന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. വീഡിയോ ഒക്കെ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ശരിക്കും നമുക്ക് ആ ഒരു പഴയ ഓർമ്മ നന്നായിട്ട് വരും ഇത് കഴിക്കുമ്പോൾ. ഒരു 1 അവർ ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷം എടുക്കുക. 1 അവർ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 1 അവർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ കട്ട് ചെയ്യണോണ്ടാണ് കേട്ടോ ഇത്രയും കട്ടിയായിട്ട് ഇരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചു നേരം പുറത്ത് വെച്ചതെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. വായിലിട്ട ശരിക്കും അലിഞ്ഞു പോണ ആ രീതിയിലായിരിക്കും ഈ ഒരു ബർഫി ഉള്ളത്. പിന്നെ ഞാനിത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് കട്ടിയിലാണ് കഴിക്കാനായിട്ട് ഇഷ്ടം എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നല്ല ലൂസായിട്ട് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുക. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ശരിക്കും ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരിക്കും ബൈ.